സർ ബാസർ അൽ അസദിനെ അട്ടിമറിച്ചുകൊണ്ട് സിറിയയുടെ പ്രസിഡന്റായ അൽഷര അദ്ദേഹം ഇപ്പോൾ സൗദിയിലെത്തിയിരിക്കുകയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരുമായി കൂടിക്കാഴ്ച നടത്തി. എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഇതുവരെ സഖ്യകക്ഷിയായിരുന്ന ഇറാനെ ഏതാണ്ട് സിറിയ പൂർണ്ണമായിട്ടും തഴഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും പുതിയ നീക്കം? അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ പിക്ചറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരികയാണ്. ഗാസയുടെ സാഹചര്യം അതുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ്, വലിയൊരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രധാന സ്ഥലമാണ് സിറിയ. സിറിയ ഇറാൻ്റെ കൺട്രോളിലായിരുന്നു കുറേ നാൾ. കാര്യം ബാഷർ അൽ അസാദാണ് ഭരിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ താങ്ങി നിർത്തിയിരുന്നത്, ആ പ്രോപ്പപ്പ് ചെയ്തിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും അതേപോലെ ഹിസ്ബുള്ളയായിരുന്നു. കുറേ കാലം അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഇറാന് കഴിയുകയും ചെയ്തു. ഇറാൻ അവിടെ എല്ലാ പ്രതാപത്തിലും വാണരുളുന്ന പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അഹമ്മദ് അൽ ഷര എന്ന് പറയുന്ന പുതിയ ആൾ വന്നു. അദ്ദേഹം വാസ്തവത്തിൽ അൽ ഖയ്ദയുടെ ഒരു വിഭാഗമായിട്ടൊക്കെയാണ് അവിടെ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറി, എല്ലാ രീതിയിലും മാറി, ഇൻക്ലൂഡിങ് ഡ്രസ്സിങ് പോലും മാറി. പണ്ടത്തെ ഐ എസിൻ്റെയും ഭാഗമായിട്ട് കുറേ ആൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഐ എസും അൽ ഖയ്ദയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ നല്ല വെസ്റ്റേൺ കൺട്രീസിലെ ഒരു ലീഡറിനെ പോലെയാണ് അദ്ദേഹം ഡ്രസ്സ് ചെയ്യുന്നതും പെരുമാറുന്നതും ഇടപെടുന്നതും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സൗഹൃദവും എല്ലാം വെസ്റ്റേൺ സ്റ്റൈലിലേക്കായി മാറി. അതിൽ വേറെ തന്ത്രമൊന്നുമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അദ്ദേഹം ഈ ഇൻ്ററിം പ്രസിഡൻ്റാണ് ഇപ്പോൾ സിറിയയുടെ. അപ്പോൾ ഇൻ്ററിം പ്രസിഡൻ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി അവിടുത്തെ രാജകുമാരൻ, അല്ല രാജാവ് എന്നൊക്കെ പറയാം, അദ്ദേഹത്തെയാണ്. അപ്പോൾ അത് ഒരു സിഗ്നലാണ്, അതായത് അവിടെ വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള സൂചനയാണ്. പണ്ട് ഇറാൻ എല്ലാം തീരുമാനിച്ചിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് സൗദി രാജകുമാരനാണ്. സൗദി ആണെങ്കിൽ വെസ്റ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാറ്റം അവിടെ, ഒരു പവർ ഡൈനാമിക്സിൽ വലിയൊരു ചേഞ്ച് വരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി 2 ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് വളരെ ഊഷ്മളമായ സ്വീകരണം കൊടുത്തു. പിന്നെ അത് കൂടാതെ ഈ സ്ട്രെങ്തനിങ് ദി റിലേഷൻസ്, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുത്തണമെന്നും, അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് ഇൻ്റർനാഷണൽ സാങ്ഷൻസ്, ഒരുപാട് സാങ്ഷൻസ് ഉണ്ട് ഈ പറയുന്ന സിറിയയുടെ പേരിൽ. അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കുന്നതിനും അതിലൊക്കെ മുൻകൈ എടുക്കുന്നത് MBS രാജകുമാരനാണ്. മാത്രമല്ല ഈ അഹമ്മദ് അൽ ഷാര പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ഞങ്ങളെ വേണ്ട പോലെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് സൗദി മാറിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷ അവരിലാണ് എന്നൊക്കെ ഇപ്പോൾ ഈയിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ മുമ്പാണ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ, സൗദിയുടെ ഫോറിൻ മിനിസ്റ്റർ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡമാസ്കസിൽ. അന്ന് അവർ ഒന്നുകൂടി ഈ ബന്ധങ്ങളിങ്ങനെ ഊഷ്മളപ്പെടുത്തുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ ലിഫ്റ്റിംഗ് ദി സാങ്ഷൻസ് എന്നുള്ള പദ്ധതി പറയപ്പെട്ടിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ അവിടെ യാതൊരു ഗ്രിപ്പും ഇല്ലാതെയാണ്. ഇറാൻ അവിടെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഒന്ന്, അവർ അവിടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചിരുന്നു. ഇസ്രായേൽ അതിനെ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് വിളിച്ചിരുന്നു. പിന്നെ ഇറാൻ തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ റിംഗ് ഓഫ് ഫയർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അതായത് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ഒരു റിംഗ് അവിടെ സൃഷ്ടിച്ചിരുന്നു. അതിൽ ഈ പറയുന്ന ഇറാനുണ്ട്, ഓഫ് കോഴ്സ്, അവരാണ് റിംഗ് ലീഡേഴ്സ്. അതുകൂടാതെ ഇറാഖ്, സിറിയ, അതേപോലെ ഈ പറയുന്ന ഗാസ, പിന്നെ യമൻ, പിന്നെ ഹിസ്ബുള്ള, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ആക്രമിച്ച് അങ്ങനെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇസ്രായേൽ തകർന്നു പോകുന്ന ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. അതിന് മാത്രമല്ല, ഇതിനെല്ലാത്തിനും സാധനങ്ങൾ സപ്ലൈ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെയുള്ള കേന്ദ്രമായിട്ട് സിറിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സിറിയാണ് ഇറാന് കൈവിട്ടു പോയിരിക്കുന്നത്. അതോടുകൂടി ഇറാന് ആകെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്ന അവസ്ഥ. പിന്നെ ഈ പ്രോക്സീസായിട്ട് വർക്ക് ചെയ്തിരുന്ന രാജ്യങ്ങൾക്കൊക്കെ ഇറാനിൽ ഉള്ള കോൺഫിഡൻസ് കുറേ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്തായാലും അഹമ്മദ് അൽ ഷാര വന്നതോടുകൂടി സിറിയ സൗദിയിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിനോടും അടുക്കുന്നു എന്നാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റേൺ കൺട്രീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് സൗദിയാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. പിന്നെ ഒരു കാലത്ത് സൗദി അറേബ്യയുടെ വലിയ സ്വപ്നമായിരുന്നു ഈ സിറിയയിലും ലബനോണിലും ഒരു ശക്തി നമുക്ക് ഉണ്ടാവണമെന്ന്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലും സൗദി തോറ്റുപോയെന്ന് വേണമെങ്കിൽ പറയാം. സൗദിക്ക് നഷ്ടപ്പെട്ടു, അവർക്കുള്ള ഗ്രിപ്പും ഫുട് ഹോൾഡ് എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. എല്ലാം ഇറാൻ്റെ കയ്യിലേക്ക് പോയതാണ്. പക്ഷേ അതൊക്കെ മാറിയിട്ട്
ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന സിറിയയാണെങ്കിലും ലബനോൺ ആണെങ്കിലും സൗദിയുടെ പിടിയിലേക്ക് വരികയാണ്. സൗദി പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിലും ഇപ്പോൾ അവിടെ വളരെ താല്പര്യത്തോടുകൂടി സിറിയയിലേക്ക് വരുന്നുണ്ട്. അതിൽ യൂറോപ്പും US-ഉം ഗൾഫ് കൺട്രീസും ഒക്കെ ഉണ്ട്. ആദ്യം ഗൾഫ് കൺട്രീസും മൊത്തത്തിലൊന്നും മാറി നിൽക്കുകയായിരുന്നു. കാരണം ഈ എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സസ് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന്, സിറിയയിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഗൾഫ് കൺട്രീസ് മൊത്തത്തിൽ ഇവരെ ഒരു അൺടച്ചബിളാക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ സിറിയ ഈ വെസ്റ്റേൺ കൺട്രീസിനും പ്രിയം ആയി, സൗദിക്കും പ്രിയമായി. അപ്പോൾ സൗദിക്ക് പ്രിയമാകുമ്പോൾ അറേബ്യൻ കൺട്രീസിനും മൊത്തം പ്രിയമായി, വെസ്റ്റിനും മൊത്തം പ്രിയമായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. സിറിയൻ അതോറിറ്റീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും വെൽത്തി ഗൾഫ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, പല സൗദി UAE ഒക്കെ ഉണ്ടല്ലോ, അവരുടെയും കൂടി ഫണ്ടുകളൊക്കെ സ്വരൂപിച്ച് സിറിയയുടെ റീകൺസ്ട്രക്ഷൻ നടത്തുക, ഇറാനെ മാറ്റി നിർത്തുക. അപ്പോൾ ഇറാനെ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുട് ഹോൾഡും ഇല്ല, ഗ്രിപ്പും ഇല്ലാത്തൊരവസ്ഥ അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ പ്രോക്സി ആയിട്ടുള്ള കൺട്രീസിന് ഇറാനിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ എത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2024 ഡിസംബറിൽ അല്ലെ ബാഷർ അൽ അസദ് വരുന്നത്, 2023 ഡിസംബർ. അപ്പം ആ ഡിസംബർ മാസം വരെ ഈ ബാഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഭരണകൂടം എപ്പോഴും ഇറാൻ പറയുന്നതിനനുസരിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ സപ്പോർട്ടിനും ഹൂത്തികളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഇറാൻ്റെ ഒരു പ്രോക്സിയായിട്ട് അവിടെ നിലകൊള്ളുന്നത്. പക്ഷേ ഈ പറയുന്ന ISIയുടെ കൂടെ അൽ-ഖയ്ദയുടെ കൂടെ പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്ന് മനം മാറുകയാണ്. അയാൾ HTS എന്ന നസ്രത്ത് ഹയാത്ത് തഹ്രീർ അൽ-ഷാം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കുന്നു. അവർ വരുന്നു, എന്നിട്ട് സിറിയയിൽ ഒരു അട്ടിമറി നടത്തുകയാണ്. അപ്പോൾ ഈ അട്ടിമറി നടത്തി കഴിഞ്ഞപ്പോൾ അൽഷറ എന്ന് പറയുന്ന ഒരു പേരൊക്കെ പഴയ പേരൊക്കെ സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നു, സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നു പറഞ്ഞു. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ക്രൈസ്തവ സമുദായത്തിന് വേണ്ട സ്വാതന്ത്ര്യം നൽകുന്നു പറഞ്ഞു, അതും ചെയ്തിട്ടുണ്ട്. അപ്പം സൗദിക്ക് കിട്ടാക്കനിയായിരുന്ന ഈ സിറിയ ഇപ്പോൾ സൗദിയുമായി ചേർന്ന് പോകുന്നു. അപ്പോൾ മാത്രമല്ല സിറിയയിൽ പല ആക്രമണത്തിലും രാജ്യത്തിൽ ഒരുപാട് കെട്ടിടങ്ങളടക്കം തകർന്നു. അതെല്ലാം റീബിൽഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഈ പൈസ ഇല്ല. കാരണം ഈ ബാഷർ അൽ അസദ് അവിടുന്ന് പോയപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊരു സഹായം വേണം. അപ്പോൾ ഇറാന് എല്ലാ കാലത്തും തങ്ങളുടെ അധീനതയിൽ ലെബനെയും സിറിയയൊക്കെ നിർത്തണമെന്ന് ആഗ്രഹം. അവിടേക്ക് സൗദിക്ക് കടന്നു കയറാനുള്ളൊരു സാഹചര്യമാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഏതാണ്ട് സിറിയയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ രാജാവ്, ഈ താൽക്കാലിക പ്രസിഡന്റ് അൽഷര മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. അത് സൗദിയിലേക്ക് ചെന്നപ്പം ഇരുകൈ നട്ടി സ്വീകരിക്കുന്നു. മാത്രമല്ല വിശാലമായ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ. അതുകൊണ്ട് തന്നെ സിറിയയെപ്പോലെ രാജ്യം വളരട്ടെ. മാത്രമല്ല റഷ്യയുടെ സ്വാധീനം അവിടെ കുറയുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ സിറിയയും സൗദിയും എല്ലാം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ട് മാറുന്നു. അമേരിക്കയുടെ പിന്തുണയും കിട്ടില്ലേ അവർക്ക്? പിന്നെ റഷ്യയുടെ പിന്തുണ പോകുന്നു. അല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല, റഷ്യനെ അവിടെ നിന്ന് ഓടിച്ചു കളയായിരുന്നല്ലോ. അവിടെ നിൽക്കക്കള്ളിയില്ലാതെയായിപ്പോയി റഷ്യക്ക്. കഴിഞ്ഞ ഇതിന് മുമ്പത്തെ സാഹചര്യത്തിൽ റഷ്യ ചെയ്തിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിനെ വിടുമായിരുന്നു, പിന്നെ നാസറള്ളയുടെ ഹെസ്ബുള്ളനെ വിടുമായിരുന്നു. പിന്നെ ഹൂത്തികൾ അവരൊക്കെ കൂടിയാണ് ഈ താങ്ങി നിർത്തിയിരുന്നത് ബാഷർ അൽ അസാദിനെ. അല്ലെങ്കിൽ ബാഷർ അൽ അസാദ് പണ്ടേ പോകേണ്ടതാണ്. 2010 പ്രശ്നം ആരംഭിക്കുമ്പോൾ തന്നെ പോകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പലരും. പക്ഷെ ഇങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ റഷ്യയെ ഒരു കാരണവശാലും അവർ അടുപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ നിലത്ത് നിന്നിട്ടുള്ള ഇടിയായിരുന്നു. മറ്റേ ഇവരടിക്കുന്ന സമയത്ത് മോളിൽ നിന്ന് തീമഴ പെയ്യിക്കായിരുന്നു റഷ്യ നിലത്തിറങ്ങിയിട്ടായിരുന്നില്ല, കൂടുതലും പണി മോളിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ റഷ്യനെ അടുപ്പിക്കുന്ന പ്രശ്നമില്ല അവർ. പക്ഷേ ഈ പുടിൻ പറയുന്നത് ഈ ഞങ്ങൾക്ക് ഇപ്പം ഈ ബാഷർ അൽ അസാദിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല, അയാൾ ഞങ്ങളുടെ നാട്ടിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അയാളെ രക്ഷിച്ചു. ഓക്കെ, അതിനപ്പുറത്തേക്ക് റഷ്യക്ക് സിറിയയിൽ എപ്പോഴും ഒരു സ്ഥലം വേണം. കാരണം റഷ്യക്ക് പിന്നെ നാവിക മേഖലയ്ക്ക് സഹായമില്ല. അപ്പോൾ അവർക്ക് ഷിപ്പൊക്കെ അടുപ്പിക്കണമെങ്കിൽ എല്ലാ കാര്യത്തും ശൈത്യമാണല്ലോ. ആ ശൈത്യത്തെ അവഗണിച്ച് അവരുടെ ട്രേഡ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ സിറിയയിൽ ഒരു പോർട്ട് അവർ ലക്ഷ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് HTSുമായിട്ട് വേണമെങ്കിൽ ഒരു രമ്യതയിൽ പോകാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയോ അല്ലെങ്കിൽ ഈ സൗദി പോലുള്ള രാജ്യങ്ങളോ ഇതിനോട് പിന്തുണയ്ക്കില്ല. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ റഷ്യ ഇപ്പം മുകളിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തതെന്ന് വെച്ചാൽ റഷ്യ ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒന്നാമത് ഉക്രൈനുമായിട്ട് അവർ എൻഗേജ്ഡാണ്, അതുകൂടാതെ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. പക്ഷേ ഏതെങ്കിലും വെച്ചാൽ ഈ പുടിനും ട്രംപും തമ്മിലുള്ള സൗഹൃദമൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ ഈ ഒരു പോർട്ട് ഉപയോഗിക്കാനുള്ള അനുമതി റഷ്യക്ക് കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. കാരണം സൗദി എല്ലാ വിധത്തിലുള്ള സഹായം ചെയ്യുമ്പോൾ അതുപോലൊരു സഹായം ഞങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് റഷ്യ നിന്നാൽ ഒരുപക്ഷെ ഒരു പോർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഇവിടെ ഇദ്ദേഹത്തിന് അസദിന് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നത് കണ്ടപാടെ
സാധാരണ ഗൺബോട്ട് ഡിപ്ലോമസി എന്ന് പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സഖ്യരാജ്യത്തെ സഹായിക്കാനായിട്ട് കുറേ ഷിപ്പുകളൊക്കെ കാണിച്ച് നമ്മളൊരു ശക്തി പ്രകടനം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന് ഗൺബോട്ട് ഡിപ്ലോമസി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഗൺബോട്ട് ഡിപ്ലോമസിയുടെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ ഈ പ്രശ്നം ആരംഭിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പാടെ പുടിൻ അവിടെയുള്ള ഷിപ്പുകളൊക്കെ തിരിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയി. അറ്റാക്ക് നടത്തി ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് തക്ക സമയത്ത് കൊണ്ടുപോയതുകൊണ്ട് പ്രശ്നം കൂടാതെ കുറേയൊക്കെ കൊണ്ടുപോകാൻ പറ്റി. പക്ഷേ അവിടെ ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്ന ആയുധങ്ങളും മറ്റു സാധനങ്ങളൊക്കെ പിന്നീട് പോയി ഇസ്രായേൽ തകർത്തു. അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് റഷ്യക്ക് ഇനി പോയി തലയിടാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. സൗഹൃദം ഒക്കെ നല്ലതാണ്, പക്ഷേ അവിടെ പോയിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അത് അല്പം വിലയേറിയ സൗഹൃദമായിരിക്കും എന്ന് റഷ്യക്ക് അറിയാം. അതുകൊണ്ട് മിക്കവാറും ഇനി അങ്ങോട്ട് അധികം അടുക്കാൻ സാധ്യത കാണുന്നില്ല. എന്തായാലും ഈ ബാഷർ അൽ അസദിനെ പോലെ സ്ത്രീകളെ ഇരുട്ടിൽ തളയ്ക്കുന്ന ഒരു നിലപാട് ഈ അൽഷര സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിനനുസരിച്ചുള്ള പ്രവർത്തനം സ്ത്രീകൾക്ക് മാന്യമായ പദവിയൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ സൗദി രാജകുമാരനും അത്തരത്തിൽ ഈ സ്ത്രീകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ നൽകുന്നുണ്ട്, ബുർക്കയിടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സിറിയയ്ക്കും ഒരു പുരോഗമന ചിന്താഗതിയൊക്കെ ഈ അൽഷരയിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കാം. വാസ്തവത്തിൽ അവിടെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഷിയാണല്ലോ. അതെ, നാട്ടുകാരാണെങ്കിൽ സുന്നിയാണ്. അതൊരു സുന്നി ഷിയ പ്രോബ്ലം ആയിരുന്നു. വാസ്തവത്തിൽ സ്ത്രീകളോടൊന്നും പുള്ളിക്ക് ബാക്കി ഈ ആയത്തുള്ള കൊമ്യൂണിറ്റി ഒന്നും ആറ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കുന്ന ആളാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ഓഫ്തൽമോളജിയിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ നടത്തിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ഒരു ഈ സിറിയൻ ഡിപ്ലോമാറ്റിൻ്റെ മകളാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവിടെ ആകെ മോഡേൺ ആകും എന്നാണ് ജനം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ അക്രമം കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റാരെയും വെല്ലുന്ന രീതിയിലുള്ള അക്രമമായിപ്പോയി. അതോ പ്രശ്നമുള്ളൂ. പക്ഷെ എന്തായാലും ഇനി റഷ്യക്ക് ഇങ്ങോട്ട് വരൽ അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും അൽഷരയും അതുപോലെ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.